ഹായ് ഗൈസ്, സ്കൂൾ തുറപ്പെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്തോ വരുന്നത്? എൻ്റെ മനസ്സിലേക്ക് വരുന്ന കുറേ മണമാണ്. പുതിയ ബുക്കിൻ്റെ മണം, പുതിയ ബാഗിൻ്റെ മണം, പുതിയ ഡ്രസ്സിൻ്റെ മണം, അങ്ങനെ മണത്തോട് മണം, എന്താ പറയുക, സുഗന്ധപൂരിതമായ ഒരു നിമിഷം. ആ മണങ്ങൾക്കെല്ലാം നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ വേർപ്പിൻ്റെ മണവും കൂടി ഉണ്ടെന്നുള്ള കാര്യം കുറച്ചൊരു വലുതാകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് ഞാനിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ബസ്സിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷനായി. അപ്പോൾ അവൻ്റെ സ്കൂളിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പർച്ചേസിന് വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ്. ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല, ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ വാങ്ങി. അവർ ഫസ്റ്റ് തന്നെ ഹസ്ബൻഡ് ഒരു നെയിം സ്ലിപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് സ്കൂളിൻ്റെ പേരൊക്കെ അടിച്ചിട്ട് അങ്ങനെ ഒരു നെയിം സ്ലിപ്പ് ഓർഡർ ചെയ്തു. അത് കിട്ടിയപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര സന്തോഷമായി. ഇത് ഞാനാ എന്നുള്ള ചോദ്യമായിരുന്നു വസുകുണ്ട മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വസുകുണ്ട ഒരു ബാഗൊക്കെ ഞങ്ങൾ മേടിച്ചു. ഇപ്രാവശ്യം ഞങ്ങൾ മൊത്തത്തിലൊരു സൂപ്പർ ഹീറോ ടീമാണ്. ഒരു ടീം അവനത് മതി പറഞ്ഞു. അപ്പം ഞങ്ങൾ അതുപോലത്തെ തന്നെ അങ്ങോട്ട് എടുത്തു. പിന്നെ ഞങ്ങളൊരു പപ്പിക്കുട്ടിയുടെ വാട്ടർ ബോട്ടിലൊക്കെ മേടിച്ചു. ഇനി ടെഡി ബിയറിൻ്റെ എന്തോ ആ സാധനം, പാണ്ടയോ എന്തോ ഒരു സാധനം, അവൻ പറഞ്ഞു അത് പാണ്ടയാണെന്ന്, എനിക്കറിയാൻ പാടില്ല കേട്ടോ. അങ്ങനെയുള്ള ഒരു ബോട്ടിലൊക്കെ വാങ്ങിച്ച്, പിന്നെ ഞങ്ങളൊരു സ്റ്റഡി ടേബിളൊക്കെ വാങ്ങിച്ച്. ഇത് ഞങ്ങൾ വാങ്ങിച്ചു എന്ന് പറയുന്നതിലുപരി വസുകുണ്ട അമ്മമ്മയാണ് ഇതിൻ്റെ എല്ലാം സ്പോൺസർഷിപ്പ്. പേസ ഇറക്കിയ ആൾ വസുകുണ്ടൻ്റെ അമ്മമ്മയാണ്. സ്റ്റഡി ടേബിൾ വരെ വന്നു. സ്റ്റഡി ഉണ്ടാവുമോ ഇല്ലയോ എനിക്കറിയാൻ പാടില്ല. അങ്ങനെ വസുകുണ്ടൻ്റെ ഈ വർഷത്തെ കുഞ്ഞു കുഞ്ഞു പർച്ചേസൊക്കെ കഴിഞ്ഞു. ഇനി അവന് ലഞ്ച് ബോക്സ് മാത്രം വാങ്ങാമല്ലോ, അത് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങണമെന്നുണ്ട്. അത് വേറെ എവിടെയെങ്കിലും വാങ്ങാൻ ഞങ്ങളിങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റാ.